എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മുന്തിരിയുടെ സീസൺ അങ്ങോട്ട് കഴിയാൻ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ആ മുന്തിരി വെച്ചിട്ട് ഒരു ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതും ബ്ലാക്ക് മുന്തിരിയാണ്. ഇതിന് പുളി കുറവാണെന്നല്ല, പുളി ഒട്ടുമില്ല. പക്ഷെ ഒരുപാട് ഓവറായിട്ടുള്ള മധുരം ഇല്ല കേട്ടോ. അന്ന് ആവശ്യത്തിന് മധുരം ഉണ്ട് താനും. ഞാൻ ഫ്രഷ് ടു ഹോമിൽ നിന്ന് മേടിച്ചാട്ടോ. അത് 1/2 കിലോ മുന്തിരിയാണ്. അപ്പോൾ ഞാൻ അതിനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഴുകി സ്റ്റൗവിൻ്റെ മുകളിൽ അതിങ്ങനെ നെകക്കെ വെള്ളം ഒഴിച്ചിട്ട്, ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ ഉപയോഗിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മുന്തിരി ഇങ്ങനെ വേവിച്ചതിന് ശേഷം നിങ്ങൾക്ക് മിൽക്ക് ഷേക്കായിട്ടും ഉണ്ടാക്കിയിടുക. അപ്പോൾ മിൽക്ക് ഷേക്ക് എന്ന് പറയുമ്പോൾ സാധാരണ മുന്തിരിയിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തിളപ്പിച്ചിട്ടാണ് നിങ്ങൾ പാൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാല് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ പാലോ അല്ലെങ്കിൽ അമുൽ താസ ഉപയോഗിച്ച് എടുത്തിട്ട് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ബദാം മിൽക്കോ ആൽമണ്ട് മിൽക്കോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് പാലൊഴിച്ചിട്ടല്ല ചെയ്യണേ, നോർമലി നമ്മൾ വാട്ടറിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മിൽക്ക് ഷേക്ക് പോലെയും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇതുപോലെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ, അതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുന്തിരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ പൊട്ടിയതാ ഇതുപോലെ വരും കേട്ടോ. ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതി. ആ വെള്ളത്തിൻ്റെ കളറും ഇതാ ഇതേപോലെ. അപ്പോൾ ഈ രീതിയിൽ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കളറായിരിക്കും കേട്ടോ ജ്യൂസിന്. അപ്പോൾ ഞാനിതിന് ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നന്നായിട്ട് തണുക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഐസ് ഇട്ടിട്ട് അടിക്കണ ഇതായാലും ചൂടോടുകൂടി അടിക്കരുത്, നന്നായിട്ട് തണുക്കണം. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ജ്യൂസ് അടിക്കുന്ന സമയത്ത് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇതിങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ മുന്തിരി വേവിച്ച് വെച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് തണുപ്പ് വേണ്ടവർ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്തിട്ട് അടിക്കുക. മിൽക്ക് ഷേക്ക് ആയിട്ട് ഉണ്ടാക്കണവരാണെങ്കിൽ പാല് ആ വെള്ളം കൂടി ചേർത്തിട്ടാട്ടോ അടിക്കണത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് മധുരം ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഇതിനെങ്ങനെ അടിച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഐസ് ക്യൂബ്സോ വെള്ളമോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ പൈനാപ്പിൾ ജ്യൂസൊക്കെ അടിക്കണ പോലെ ഇതിങ്ങനെ പതഞ്ഞു വരും കേട്ടോ. സാധാരണ പച്ചമുന്തിരി അടിച്ച് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റിൽ കിട്ടില്ല, ഇത്രയും കളറും നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇതിൻ്റെ കളറ് കാണണമെങ്കിൽ ഇത് കുറച്ച് പാടാണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്കണം, തിരഞ്ഞ് നോക്കണം, കാരണം നിറച്ച് പതിഞ്ഞിങ്ങനെ വരും ഇത്. അപ്പോൾ ഇത് തണുക്കാണ്ട് കുടിക്കാൻ ഒരു ടേസ്റ്റും ഇല്ല. എനിക്കൊന്നും പക്ഷേ ഇത് അത്ര പറ്റില്ല, കാരണം എനിക്ക് തണുപ്പൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം വരുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾ മധുരം തീരെ ചേർക്കേണ്ട ആവശ്യമില്ല, മധുരം ചേർക്കാണ്ട് കഴിക്കാം. പിന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് നല്ലോണം തണുപ്പിച്ചിട്ട് വേണം ഇത് കുടിക്കാനായിട്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു അര ഇഞ്ച് കനമുള്ള ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടിയും ഇതിനെ കൂടി ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിൽ കുറച്ച് ഡിഫറൻസ് വരും. ഒരു പ്രത്യേക, ഞാനൊരു പച്ചമുന്തിരിയുടെ ജ്യൂസ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഇഞ്ചി ഇട്ടിട്ട് അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ ടേസ്റ്റിൽ കുറച്ചൊരു ഡിഫറൻസ് വരും. അപ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ അടിക്കാതെ ഒരു പ്രാവശ്യം ഇഞ്ചിയൊക്കെ ഇട്ട് ഏലക്കയൊക്കെ ഇട്ടിട്ട് അടിച്ച് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ അടിച്ചിട്ടായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും. എല്ലാവർക്കും, വിരുന്നുകാർക്കും എല്ലാവരും കൊടുക്കാൻ പറ്റുന്നൊരു നല്ല ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മിൽക്ക് ഷേക്ക് ആക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോയപ്പോൾ അമുൽ താസ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് ടോണ്ടാണ്, ഹോമോജൈൻഡ് ടോണ്ട് മിൽക്കാണ്. അപ്പോൾ നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല തണുപ്പുണ്ട്, ഇപ്പോൾ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ബാക്കി മുന്തിരിയിൽ ഞാൻ ഇത് ചേർത്ത് അടിച്ചും കാണിച്ചു തരാം. ഞാൻ മറന്നുപോയി, പെട്ടെന്ന് അടുത്ത വീഡിയോ എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ ഞാനൊന്ന് മറ്റേ മുന്തിരി കൂടി ഒന്ന് എടുക്കട്ടെ. ഇതാ ബാക്കി പകുതി ഞാൻ മാറ്റി വെച്ചേർന്നത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അതിനെ അരിച്ചെടുത്തു. അതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഈ മിൽക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തു നമ്മുടെ ആവശ്യത്തിന്. ഇതിൽ ഞാൻ ഒട്ടും പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ. ഇത് കുട്ടികൾക്ക് പാല് ചേർത്തിട്ടുണ്ടാകണ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാറില്ല. മിൽക്കിൽ ഓൾറെഡി പഞ്ചസാര ഉള്ളതാണ്, അപ്പോൾ നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിന് ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒട്ടും ഇങ്ങനെ അടിച്ചെടുക്കണമെങ്കിൽ പിരിഞ്ഞു പോവില്ല. ഈ മുന്തിരിയിൽ നേരിട്ട് നമ്മൾ അടിച്ചിട്ടാണ് പാല് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ
ഇങ്ങനെ അടിച്ചെടുക്കുന്നത് ഒരു കാരണവശാലും പിരിഞ്ഞു പോയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാലിന് നന്നായിട്ട് തണുപ്പിച്ച്, നല്ല തണുപ്പ് ഇഷ്ടമുള്ള ആളുകൾക്ക് കേട്ടോ, അപ്പോൾ എല്ലാം നന്നായിട്ട് തണുപ്പിച്ചിട്ട് ആ ഐസ് പോലെ ആക്കിയിട്ട് ഈ മുന്തിരിയുടെ കൂടെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പതഞ്ഞു വരും. പക്ഷേ എനിക്ക് അങ്ങനെ അത്രയും തണുപ്പ് പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തണുപ്പ് കുഴപ്പമില്ലാത്ത ആളുകൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇതാണ് മുന്തിരി മിൽക്ക് ഷേക്ക്. അപ്പോൾ ഈ 2 ജ്യൂസുകളും മറ്റേ ഞാൻ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് കേട്ടോ. അപ്പോൾ ഈ 2 ജ്യൂസുകളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒട്ടും മധുരം ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കി കഴിക്കണം. വെയിറ്റ് ലോസ് ഒന്നും നോക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരമൊക്കെ ഇഷ്ടംപോലെ ഇട്ട് കഴിച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം, ഒരു കൂൾ ദിനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.